വെൽക്കം ഗായ്സ്, വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5:15 ഫ്ലൈറ്റ്, ബാംഗ്ലൂർക്കുള്ള ഇൻഡിഗോ. 5 മണിയായിട്ടുണ്ട്. എല്ലാ പ്രാവശ്യത്തെ പോലെയും ലേറ്റായി. ഇന്നും ഓടിപ്പിടിച്ച് എന്തായാലും വന്നു. എന്തായാലും ഭാഗ്യത്തിന് വെബ് ചെക്കിനെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇവിടുത്തെ സെക്യൂരിറ്റി ചെക്കിംഗ് ആണ് ഇച്ചിരി പണിയായത്. ഭയങ്കര ക്യൂ ആയിരുന്നു, ഒരു രക്ഷയില്ല. എനിവേ, ഗേറ്റ് എന്തായാലും ഓപ്പൺ ആയിട്ടില്ല, വെയിറ്റിംഗ് ആണ്. ഓക്കെ, അപ്പം ഇന്നത്തെ നമ്മുടെ യാത്ര ഹംപിയിലേക്കാണ്. അപ്പം ഇവിടുന്ന് നേരെ ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ ട്രെയിനാണ് നമുക്ക് പോകുന്നത്. നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം അവിടെ ബാംഗ്ലൂരുണ്ട്. അപ്പോൾ അവരുടെ കൂടെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ജോയിൻ ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ മാത്രമല്ല ഇന്ന് ട്രാവൽ ചെയ്യുന്നത്. എൻ്റെ കൂടെ ജസ്റ്റിനുണ്ട്, എൻ്റെ ഫ്രണ്ടാണ്. ഇവിടെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ജസ്റ്റിൻ ഇതാണ് കേട്ടോ. ഹായ്. ഓക്കെ, അപ്പം നമ്മൾ മാത്രമല്ല ലേറ്റ് ആവുന്നത്, നമ്മുടെ ഫ്ലൈറ്റ് ഇന്ന് ഒരല്പം ലേറ്റാണ്. നമ്മുടെ വർഗം എന്താണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ അരമണിക്കൂർ ഡിലേയിൽ ബാംഗ്ലൂർ എയർപോർട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. കൂടെ നമ്മുടെ ഫ്രണ്ട് ജസ്റ്റിനുണ്ട്. ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെട്ട നമ്മുടെ രാജ്യത്ത് സേവിക്കുന്ന, നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു ഇന്ത്യൻ ആർമി ഓഫീസറുണ്ട്. പേര് രാഹുൽ എന്നാണ്, ട്രിവാൻഡ്രംകാരനാണ്. ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെട്ടു. ഒരു ഹൈവർ. ഈ ഫ്ലൈറ്റ് നേരെ ഗുവാഹട്ടിക്ക് പോകാനുള്ളതാണ്. അപ്പം രാഹുൽ നേരെ ഗുവാഹട്ടിയിലേക്കാണ് ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ട്രാവൽ. നമ്മളിവിടെ ബാംഗ്ലൂർ ഇറങ്ങുന്നുണ്ട്. കാലാവസ്ഥയൊക്കെ വളരെ മോശമായിരുന്നു, നല്ല ഹെവി റെയിൻ ആയിരുന്നു. ഒരു പ്രാവശ്യം ലാൻഡിങ്ങിന് അപ്രോച്ച് ചെയ്തിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്ത് രണ്ടാമത് ടേൺ അറൗണ്ട് എടുത്തിട്ട് ഒന്നും കൂടെ വന്നിട്ടാണ് ലാൻഡിങ് ചെയ്തത്. 15 മിനിറ്റ് കൊച്ചിയിൽ ഡിലേ ആയി, 15 മിനിറ്റ് ബാംഗ്ലൂർ ഡിലേ ആയി. അങ്ങനെ അരമണിക്കൂർ ടോട്ടൽ നമ്മൾ ഡിലേ ആണ്. ഓക്കെ, അപ്പോൾ ശേഷമുള്ള കാഴ്ചകൾ വഴിയെ വരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ വെളിയിലേക്ക് വന്ന് കുറേ നേരം കാത്തിരുന്നതിന് ശേഷമാണ് ഒരു ഊബർ കിട്ടിയത്. എന്തായാലും ചേട്ടൻ നല്ല പിടിപ്പിലാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലൊക്കെ നല്ല നല്ല കാഴ്ചകളുണ്ട്. പക്ഷേ രാത്രി ആയതുകൊണ്ട് കാണിക്കണമെന്നുണ്ട്, പക്ഷേ ഒന്നും കാണാൻ പറ്റില്ല. നല്ല നല്ല കാഴ്ചകളുണ്ട്. നല്ല അടിപൊളി എയർപോർട്ടാണ്. ഞാൻ ബാംഗ്ലൂർ ഫസ്റ്റ് ടൈമാണ് എയർപോർട്ടിൽ വരുന്നത്. വളരെ നല്ല എയർപോർട്ടാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മറ്റൊന്നും പറയാനില്ല, എല്ലാം കാഴ്ചകളോട് കാണിച്ചു തരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് എൻ്റെ മമ്മിയുടെ അനിയത്തിയുണ്ട്, ഇവിടെ ബാംഗ്ലൂർ താമസിക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ എത്തിയെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴേക്കും അവർ പെട്ടെന്ന് ആൻറ്റിയും അനിയനും കൂടെ പെട്ടെന്ന് വരികയുണ്ടായി. അപ്പോൾ അവരെ കൂടെ ഈ യാത്രയിൽ കാണാൻ പറ്റി. ഒരു ഹായ് പറ. എല്ലാവർക്കും ഹായ്. രാത്രിയായതുകൊണ്ട് വിസിബിലിറ്റി കുറവാണ്, അതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റില്ലായിരിക്കും. നല്ല ഇവിടെ ഏതൊരു ST മോളോ അതിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്കായതുകൊണ്ട് ജസ്റ്റ് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു, ഇങ്ങനെ പെട്ടെന്ന് നിർത്തിയതാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അങ്ങനെ 1 മണിക്കൂറിന് കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ട്രെയിനൊക്കെ വന്നു. ട്രെയിനിൽ കയറി ജസ്റ്റ് ഇപ്പം റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്ത് കഴിഞ്ഞേ ഉള്ളൂ. അപ്പം ഇവിടുന്ന് ഇപ്പോൾ ബോർഡ് ചെയ്തു. ഇനിയിപ്പോൾ നാളെ രാവിലെ ഹോസ്പേട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയിപ്പം ഫുഡൊക്കെ കഴിച്ചു, സ്റ്റേഷനിൽ നിന്ന് അവിടെ തന്നെ ഫുഡ് കഴിച്ചു. ഫുൾ ലോഡഡാണ് വയറ്, ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പം നാളെ ഇനി ഹംപി എത്താനുള്ള കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നാളെ രാവിലത്തെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. കൃത്യം 6:30 തന്നെ വീട്ടിലായാലും എവിടെയായാലും 6:30 ആകുമ്പോൾ നമ്മുടെ കണ്ണു തുറന്നിരിക്കും. ഹോസ്പേട്ട് ജംഗ്ഷനിലാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത്. ട്രെയിൻ സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നലെ വരുന്ന വഴിക്ക് നമ്മൾ പരിചയപ്പെട്ട ഒരു ഫാമിലിയാണ് ഇത്. ദിസ് ഈസ് അർപ്പിത. ഹായ്. നമ്മുടെ കൂടെ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് കയറിയ ഒരു ഫാമിലിയാണ്.
അവരുടെ ഫാദറും അവരുടെ മദറുമാണ് ഇതിലേക്ക്. ഇവരൊക്കെ വരുന്നത് ഹംപിയിലേക്കാണ്. നമ്മൾ ഹോസ്പിറ്റൽ റെയിൽവേ സ്റ്റേഷൻ്റെ ജസ്റ്റ് വെളിയിൽ വന്നിട്ടുണ്ട്. വന്നപ്പോൾ തന്നെ നമ്മുടെ പോകാനുള്ള വണ്ടി റെഡിയാണ്. അപ്പോൾ നമുക്ക് ബാക്കി യാത്രയിൽ വെച്ച് കാണാം കേട്ടോ. വണ്ടിയിലിരുന്ന് സുഖം പിടിച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ ടീമിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള റഹീം പറഞ്ഞു എല്ലാവരും ഇറങ്ങിക്കോ, ഹോട്ടലെത്തിയെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ ജസ്റ്റ് പുറകെ കാണുന്ന ഹോട്ടലാണ് ഹോട്ടൽ പ്രിയദർശിനി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 5 മിനിറ്റ്സ് പോലും യാത്രയില്ല കേട്ടോ. അത്യാവശ്യം നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഇച്ചിരി പഴയ പ്രോപ്പർട്ടി ആണെങ്കിൽ അന്നത്തെയൊക്കെ നല്ലൊരു സ്റ്റാർ കാറ്റഗറിയിലുള്ള സാധനമായിരിക്കണം. ഏതായാലും റൂമൊക്കെ ചെക്ക് ഇൻ ചെയ്യാം. എന്നിട്ട് 9 മണിയാകുമ്പോഴത്തേക്കും എല്ലാവരും അവിടെ അസംബിൾ ചെയ്യണം. അവിടെ നിന്ന് ബ്രീഫിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഒട്ടും വൈകുന്നില്ല, സ്റ്റേ ട്യൂൺ. ഹോട്ടലിലേക്ക് കയറി വരുന്ന എൻട്രൻസ് ആണിത്. എല്ലാവരും നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഗ്രൂപ്പിലെ മെമ്പേഴ്സാണ് ഈ ഫ്രണ്ടിൽ ഉള്ളത്. അങ്ങനെ നമുക്ക് നമ്മുടെ റൂം കിട്ടിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റൂം. നല്ല അടിപൊളി റൂം, നല്ല നീറ്റ് ബെഡ്. അപ്പോൾ റൂമിലേക്ക് വന്ന് ഫ്രഷായി നേരെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തു, ഒരല്പം എടുത്തു. അത് കഴിഞ്ഞ് ഇനി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള ഫുഡുകൾ എടുക്കാനായിട്ട്. ഓക്കെ, ഇതുപോലെ ഒരു ഇഡ്ഡലി, ഒരു ഇച്ചിരി ഉപ്പുമാവ്. ഇപ്പോൾ വീഡിയോ നിർത്തി കഴിയുമ്പോൾ നോക്കിക്കോ, അണ്ണ ബാക്കി ഇങ്ങനെ പോയി എടുത്തിട്ട് വരും അല്ലേ. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരാണോ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഇതിൽ പരിചയപ്പെടുന്നുണ്ടോ നമ്മുടെ മുതലാളിയാണ്. പേര് ജോണാണ്, എറണാകുളം. കൃഷ്ണേന്ദ്രൻ, മലപ്പുറം. എനിക്ക് മാറിപ്പോയി, മലപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഫുഡൊക്കെ ഇഷ്ടമെന്ന് കരുതുന്നു. നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് വഹീം, വീട് കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ടയാണ്. എല്ലാം കൂടെ 3 പാർട്ട്നേഴ്സിൽ ഒരാളാണ്. അപ്പോൾ ഈ ട്രിപ്പ് ഫുള്ള് കോർഡിനേറ്റ് ചെയ്യുന്നത് ഞാനായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് 3-4 ടെമ്പിൾസിലേക്കും ഈവനിങ് മദന്യ ഹിൽസ്, ചെറിയൊരു സൺസെറ്റ് കാണാൻ വ്യൂ പോയിന്റിലേക്കൊക്കെ ആയിരിക്കും. ഹംപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഓരോ കല്ലിനും ഓരോ തുരുമ്പിനും വരെ അതിൻ്റെ ഓരോ കഥകളും കാര്യങ്ങളും പറയാനുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് കഥയിൽ ചോദ്യമില്ലാട്ടാ, പഠിച്ചു വെച്ചോണ്ട് വന്നാൽ മറന്നുപോകും. ഹംപിയുടെ ഓരോ കാര്യങ്ങളും കഥകളും പറഞ്ഞു തരാൻ വേണ്ടി പ്രൊഫഷണൽ ഗൈഡ് മഞ്ജുനാഥ്, കൂടുതൽ പ്രതീക്ഷിക്കണ്ട, മഞ്ജുനാഥ് നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ നോർമലി പറഞ്ഞ സ്ഥലങ്ങളല്ലാണ്ട് തന്നെ കൂടുതൽ സ്ഥലങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ശരി, ഒരാഴ്ച എടുത്ത പോലും കണ്ടു തീർക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും എല്ലാ സ്ഥലങ്ങളിലും മാക്സിമം നമുക്ക് എല്ലാവരും ടൈം ഒന്ന് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് വരാൻ പറ്റും. അതുപോലെ ലഞ്ചും ഡിന്നറും എല്ലാം ഈ ഹോട്ടലിലാണ്. ഹംപിയിലേക്ക് ഏകദേശം 15 കിലോമീറ്ററാണുള്ളത്. ആ സറൗണ്ടിങ്ങിലാണ് ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം കിടക്കുന്നത്. നമ്മൾ നോർമലി ആദ്യത്തെ സ്ഥലങ്ങളെ കണ്ടതിന് ശേഷം വന്ന് ലഞ്ച് കഴിക്കുന്നു, പിന്നെയും പോകുന്നു. ഇതാണ് ഇന്നത്തെ ബേസിക് പ്ലാൻ. പിന്നെയും കഴിക്കുന്നു, പിന്നെയും പോകുന്നു. അത് തന്നെയാണ് പ്ലാന്. നമുക്ക് ആദ്യം തന്നെ ആയിട്ട് പരിചയപ്പെട്ടു തുടങ്ങാം. ജസ്റ്റ് എല്ലാവരും ഒത്തുകൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ ആദ്യം മുതൽ പേരും സ്ഥലവും ഒക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെട്ടു തുടങ്ങും. എൻ്റെ പേര് ജസ്റ്റിൻ, വീട് എറണാകുളം, ഗൾഫിലായിരുന്നു. ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് പറയാം, അറിയും. കുറച്ച് പേര് അറിഞ്ഞിട്ടുണ്ട്. കോലഞ്ചേരി. ചന്ദ്രിക രവികുമാർ. ഞാൻ ഒരു 25 കൊല്ലം കുവൈറ്റിലായിരുന്നു. കഴിഞ്ഞ കൊല്ലം വന്നു. ടീച്ചറാണ്. കുവൈറ്റിലെ എണ്ണ എല്ലാം ഊറ്റിക്കൊണ്ട് പോകുന്നു. പിന്നെ ഇവിടെ ഇപ്പോൾ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യണു സ്കൂളിലെ ലോക്കൽ വിദ്യോദയ സ്കൂളില് തൃപ്പൂണിത്തറ. ഇരുന്ന് മതി, വീണ് കഴിഞ്ഞാൽ പെറുക്കാൻ പറ്റൂല. എൻ്റെ പേര് സുധാ രാജേന്ദ്രൻ. ഞാൻ പാലാരിവട്ടത്താണ് താമസിക്കുന്നത്. ഒരു യാത്ര ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തിലാണ്. ഹംപി കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് പോന്നേക്കുന്നതാണ്. ഒത്തിരി പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഓടിച്ചാടി പോകുന്നതാണ്. 2 ദിവസമല്ലേ ഉള്ളൂ. കൊറോണ പ്രശ്നമാണോ? അപ്പൊ ഹസ്ബൻഡിനെക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന ഹംപിയാണ്. അല്ല, പ്രേമിയാണ്. എൻ്റെ പേര് ജോൺ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ വീട് മൂവാറ്റുപുഴയാണ്. ഞാനിപ്പോൾ എല്ലാം കൂടെ 3ാമത്തെ ട്രിപ്പാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരെയും വരുന്ന വഴിയും ഒക്കെ ആയിട്ട് പരിചയപ്പെട്ടു. ഇനിയും കൂടുതൽ പരിചയപ്പെടാനുണ്ട്. എൻ്റെ പേര് വൈഷ്ണവി. എന്നോടല്ല എല്ലാരോടും. എൻ്റെ പേര് വൈഷ്ണവി. ഞാൻ ബിടെക് സ്റ്റുഡൻ്റ് ആണ്. മലപ്പുറത്തുനിന്ന് വരുന്നു. ഈ ഒരേ ഡ്രസ് ഇട്ട കുട്ടിയുടെ കൂടി നിങ്ങൾ ഇരട്ട പറ്റാണോ? ഞാൻ ആദ്യമായിട്ടാണ്
ട്രിപ്പിന് വരുന്നത്. അതെ, എല്ലാവരും കൂടെ ആദ്യമായിട്ട്, എന്നാലും എല്ലാവരും കൂടെ ആദ്യമായിട്ടാണ് ഈ ട്രിപ്പിന് വരുന്നത്. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം. അത് ഭയങ്കര ഒഫീഷ്യലായി പോയില്ല. ഞാൻ ഹർഷ, മലപ്പുറത്ത് നിന്ന് വരുന്നു. ഫസ്റ്റ് ഇയർ BAMS സ്റ്റുഡന്റ് ആണ്. ഓക്കെ, ഇനി എങ്ങോട്ട് പോകണം? എങ്ങോട്ടാ ഇനി പോണേ? മലപ്പുറത്ത് നിന്ന് വരുന്നു, ഇനി പോണേ എങ്ങോട്ടാ? ഹംപി. രാവിലെ ചളി പാടില്ല. ഹംപി എന്ന് പറ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ചേർത്തകളാണ്. ഞാൻ എല്ലാകൊണ്ടും കൂടെ രണ്ടാമത്തെ ട്രിപ്പാണ്. ആദ്യം കാശ്മീർ പോയി. ഇത് അച്ഛൻ ചേച്ചി. ആന്റി ഇതല്ല കേട്ടോ, ഇതാണ് ആന്റി. ഫസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നല്ല ഒരു ട്രിപ്പായിരുന്നു. ഷമീർ ഖാനെ മിസ് ചെയ്യുന്നുണ്ട്. ഓ, ഷമീർക്ക് അത് കേൾക്കണ്ടായിരുന്നു. എന്റെ പൊന്നോ. എന്റെ പേര് ഫെഹിദ. ബ്രാൻഡ് അംബാസിഡർ. ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. എല്ലാവരുടെ കൂടെ കൗണ്ട് ചെയ്താൽ എനിക്കറിയില്ല, ഏകദേശം ഒരു 10 ട്രിപ്പ് ആവുമെന്ന് തോന്നുന്നു. അതിൽ കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഉണ്ണികൃഷ്ണൻ, മലപ്പുറം ജില്ലയിലാണ്. ഞങ്ങൾ 4 പേര് ഫാമിലി. പിന്നെ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്. എല്ലാ കാര്യത്തിലും പ്രൊമോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹംപി ഫസ്റ്റ് ടൈമാണ് ഹംപി വരുന്നത്. മുതൽക്കൂട്ടാണ്. നീന ശബരീഷ്, ഈ മഞ്ഞക്കിളികളുടെ അമ്മ. അല്ല, പച്ചക്കിളികളുടെ MSP ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക. ഹംപിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഹംപി പോകാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു. ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഇനി തുടർന്നുള്ള ട്രിപ്പുകളിൽ എന്തായാലും ഫെയ്തുള്ള ട്രിപ്പിനൊക്കെ ഞാൻ എല്ലാരും കേൾക്കണം. ജോളൊക്കെ പ്രത്യേകം കേൾക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു പറയിപ്പിക്കുന്നതല്ല. കൃഷ്ണചന്ദ്രൻ, മലപ്പുറം നിലമ്പൂരാണ് സ്വദേശം. ജോലി PWDയിൽ ക്ലർക്കാണ്. പിന്നെ എല്ലക്കൊണ്ട കൂടെ 3ാമത്തെ ട്രിപ്പാണ്, അതായത് ഹാട്രിക്. ഇതുവരെ കഴിഞ്ഞ തവണ വൈഫായിട്ടായിരുന്നു വന്നിരുന്നത്. ഇത്തവണ അവർക്ക് എക്സാം ആയതുകൊണ്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. ട്രിപ്പിൽ സത്യം പറ. അങ്ങനെ തന്നെ. പിന്നെ അടുത്ത തവണ എന്തായാലും ഫാമിലി ആയിട്ട് തന്നെ വരും. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം എല്ലാവരോടാണ്. ഞാൻ പീറ്റർ, വീട് എറണാകുളം, കോലഞ്ചേരിയാണ്. കൊച്ചിൻ എയർപോർട്ടിൽ വർക്ക് ചെയ്യണു. എല്ലാകോന്റെ കൂടെ ഇപ്പം എനിക്കൊന്ന് 7ാമത്തെ 8ാമത്തെ എന്തോ ട്രിപ്പാണിത്. We are going to Virupaksha temple, still active temple, that one. So Lord Shiva temple. After we are going to Hemakuta group of temple. There is a lot of temple is there. One of the viewpoint is there. After we are going to Ganesha monolithic statues and then Narasimha Shivalinga. This is a planned morning section. After we are coming back to lunch to hotel. Again we are going to after lunch by ruins area like a palace, like a Dasara Flatavaram. Then step tank is there. Roman active water pipeline, secret chamber. That all place we are going to afternoon, and then Queen's Bath, and the last we are going to Matanga Hill to sunset. Okay. Otherwise the sun is there, no sun. We are going to went by top hill. We have to view up the 360 degrees. That is the plan today. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ന് 2 ദിവസത്തേക്കുള്ള ടൂറിന്റെ ഗൈഡ്. പേര് മഞ്ജു എന്നാണ്. ആദ്യം മഞ്ജു എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഓർത്ത് ഏതോ ചേച്ചിയാണ്, പക്ഷേ ഇത് നല്ല ഒന്നാമതൊരു ഒരു ചേട്ടനാണ്. അപ്പോൾ 2 ദിവസത്തേക്കുള്ള ബ്രീഫിങ് പുള്ളി 2 മിനിറ്റ് കൊണ്ട് പുള്ളി തീർത്തിരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പുള്ളി കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഓൺ ദ വേ ആണ്. ഫസ്റ്റ് പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനിലേക്കുള്ള വഴിയാണ് കേട്ടോ. നമ്മളങ്ങനെ ആദ്യത്തെ ലൊക്കേഷനായ വിരൂപാക്ഷ ടെമ്പിളിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ എൻ്റെ പുറകെ കാണുന്ന ഈ ടെമ്പിളാണ് വിരൂപാക്ഷ ടെമ്പിൾ. ഇനി അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങൾ നമ്മുടെ ഗൈഡായ മഞ്ജു ചേട്ടൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നമുക്ക് അതിലേക്ക് കാതോർക്കാം. Okay, right now we are in Hampi. It is a village name called by Hampi. New name. It is not original name. Because recently public they used to put a name Hampi. കാളെ കേൾക്കാൻ വന്നതാണ് നമ്മുടെ ബ്രീഫിങ്. So then actually in this place there is a different story, different names. In first place this place name called by in mythology story Pampa Kshetra. Pampa Kshetra means Parvati again rebirth in this area. Then Parvati our Shiva going and happens wedding done by marriage. Shiva or Parvati. That's why in this place Parvati name called by Pampa Devi. Shiva name called by Virupaksha. So that is name called by Pampa Kshetra. This place called by. In second story, in a Ramayana story, Tretayagam, this place called by Kiskinda Nagara. Kiskinda means one of the capital city of monkey army was here. And the monkey army was ruled king by 2 kings, 2 brothers, Vali and then Sugriva. So Hanuman was also here. When the Rama or Lakshmana they came this place to search by Sita. First find by here Sugriva. They meet by Sugriva. Then they take all the army of the monkey army. They going to war by Lanka. That all the positions start by here. Second part Ramayana was done this place. That's why this place called by Kiskinda. So Hampi means just 83 monument we have.
So around in 37 square kilometer, one temple we are going to active. Means still puja is there. Other temple we didn't use to worship. Because our Indian culture, 1 second of Buroka statue, 1 second of Buroka the temple we didn't use to worship. So some temple had, there is a idols, there is a broken. Some temple, big temple complex is there is no idols. So that temple we didn't use to worship. So that is we mentioned like a monument. So only Virupaksha temple is still active temple. Means there has happened is 1565, one of the biggest war in Vijayanagara city. Olden days, this place നമ്മുടെ ഗൈഡ് അങ്ങനെ ഭയങ്കര കത്തി വെച്ച് കൊല്ലുകയാണ് നമ്മുടെ ആൾക്കാരെ. ഞാൻ തൽക്കാലം അങ്ങോട്ട് മാറി നിന്നു. പുള്ളിയുടെ കത്തി കേട്ട് ഞാൻ മടുത്ത് ഒരു രക്ഷയില്ല. പുള്ളി ചുമ്മാ പഴയ ഹിസ്റ്ററി എല്ലാം പറഞ്ഞിട്ട് പണ്ടേ എനിക്ക് ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു കൂട്ടത്തിലാണ്. പിന്നെ ഇവിടെ വന്നപ്പോഴും ഹിസ്റ്ററി അല്ല. ഓക്കെ, അവിടെ ഇപ്പോഴും ബ്രീഫിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഇന്നങ്ങ് നിർത്തുന്ന ലക്ഷണം കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ നൈസായിട്ട് ഇങ്ങോട്ട് വലിച്ചു. First biggest Tamil Nadu Madura Meenakshi temple, second biggest 53 meter 165 feet height, up to 11 floors. So first floor they start by stone, upper part they use by brick structure. അങ്ങനെ ഏകദേശം ഒരു 20 മിനിറ്റത്തെ പുള്ളിയുടെ പിന്നെ ബ്രീഫിംഗ് ഉണ്ടായിരുന്നു. ആ 20 മിനിറ്റ് ആൾക്കാരുടെ ക്ഷമ കെട്ടു. ആൾക്കാരെ വെറുപ്പിച്ച് പുള്ളി കൊന്നു. പുള്ളി ഒരു രക്ഷയില്ല. ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് മാറി. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങോട്ട് മാറിയിരിക്കുമായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഈ ടെമ്പിളിലേക്ക് നമുക്ക് കിടക്കാം. കിടക്കുന്നതിന് മുന്നേ അവിടെ ലെഫ്റ്റ് സൈഡിൽ കൗണ്ടറുണ്ട്. ചെരുപ്പ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. എന്നിട്ട് ടെമ്പിളിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. So today all the some double floor we have, some part it is fell down. So recently archaeology department they going on digging. When the 5 feet mud take out then they find a bazaar of the basement. Actually in British people they took some photos. So we have some photos of black and white photos. Now we have only 3 steps in there, sir. Actually in photography we have 11 steps is there, and the both side beautiful elephant was there, madam. So maybe next year they dig up, also tar road also is there. പുള്ളി വീണ്ടും തുടങ്ങി കേട്ടോ. നമ്മുടെ ടെമ്പിളിലേക്ക് എൻട്രൻസ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ ഒരു മെറ്റൽ ഡിറ്റക്ടറുണ്ട്. അത്യാവശ്യം സേഫ്റ്റി അവർ നോക്കുന്നുണ്ട്. കാരണം പഴയ ഒരു ടെമ്പിളായതുകൊണ്ട് ഇനി ഇതിൻ്റെ സേഫ്റ്റി അവരുടെ ചുമതലയായതുകൊണ്ടും അവരത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇതാണ് ടെമ്പിളിൻ്റെ ഉൾവശം. ഇവിടെ ഇഷ്ടംപോലെ കാളകളുണ്ട് കേട്ടോ. ഓ, പുള്ളി പിന്നെയും തുടങ്ങി. ദൈവമേ. Whatever 2 days we have a plan. This is a map of Hampi. ഓ, ഇതാണ് ഹംപിയുടെ മാപ്പ് ഇട്ടാ. So after Virupaksha temple we are in between. There is one place. There is a name called by Hemakuta group of Jain temple is there. After this we are going to Ganesha temple. Monolithic statue was there. Ganesha 12 feet single stone. Yeah. After this we are going to Shivalingam single stone. Our South India second biggest. In our India biggest statue was Narasimha. In Hampi second symbol. First symbol chariot in Hampi, second symbol this statue. It is a monolithic statue. So this is a part of the Hampi. So like a only temple area. After this we are going to lunch. Okay? Then after return back we are going to this Queen's Bath, Royal Enclosure exhibit site is there. King audience hall, like our king was the ruling part. So after this we are coming again back to here sunset point was there. This place we have a sunset point, Matanga Hill. Otherwise sun is no is there is or no is there. We are going to watch the just view. If you like to climb, we can climb. 350 steps is there. ഇത് വീണ്ടും ഒരു എൻട്രൻസ് കടന്ന് നമ്മൾ അകത്തേക്ക് കയറി. ഓരോ സ്റ്റേജാന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സ്റ്റേജും കവർ ചെയ്ത് കയറിയിട്ടുണ്ട്. കയറിയപ്പം ഇവിടെ എന്തോ ആൾക്കാർ കൂടിയിരിക്കുന്നത് എന്താണോ. ഓ, പുള്ളി അത് ഇളക്കിയെടുക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഗൈഡ് ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാം നിങ്ങൾ കേട്ടു, എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഞാനൊന്നും കൂടുതൽ പറഞ്ഞ് ചളവാക്കുന്നില്ല. അപ്പോൾ നമുക്ക് കാഴ്ചകൾ മാത്രം കാണാം. ഓക്കെ, ഒരു ഭിക്ഷക്കാരൻ ഇവിടെ വഴിയിലിരിക്കുന്നുണ്ട്. എല്ലാം കൊടുത്തിട്ട് പോയേക്കാം. ഓ, അടിപൊളിയാണല്ലോ. അത് ഫുള്ളും കൊത്തുപണി. ഓ, ഇവിടെ കുരങ്ങന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഫുള്ള് കുരങ്ങന്മാരാ.
ഞാനേ ഈ വഴിയിലിരിക്കുന്ന പുള്ളിക്ക് ഒരു 50 പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൈസ ആ തൊപ്പി ഇട്ട പെഞ്ചിന്. പുള്ളി അവിടെ വിഷകരിക്കല്ലേ. അങ്ങനെ നമ്മൾ ഇപ്പോൾ കണ്ട അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയിൽ കൂടെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ആ പുള്ളി കൊപ്പറയാട്ടാൻ പോവാ. ഇച്ചിരി തേങ്ങ തരുമോ? ഇവിടെ കോരങ്ങന്മാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അത് പുള്ളി കമന്ന് പറഞ്ഞാൽ കുടിക്കണം. ആ എല്ലാം പൊട്ടിച്ച് പുള്ളി വീട്ടിൽ കൊണ്ടുപോവാം. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേക ഒരു കാഴ്ചയുണ്ട്, അത് കാണാനായിട്ടാണ് പോണത്. സൂര്യൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടുത്തെ പുള്ളി പറഞ്ഞൊരു സംഭവമുണ്ട്, ഒരു ഷാഡോ. ആ ഷാഡോ ഇവിടെ ഉണ്ടായിരിക്കും. So in actually madam, every day 2 color going on exchanging there. Morning to afternoon it look like a black color. Afternoon after 2 o'clock sun come this side, they give more focus to tower. Then here reflective bay another color like a grey color. Then go up to sunset. Only Vishnu temple, Vishnu god is there. In this temple inside underground is there. There is a both temple equal one sanctum, Shiva or Vishnu, both. That's what is then called by Gulaganja Madhava Swami temple. Very special days, special worshipping is going on this god. Or this temple going on to build by 10th century, sir. Rashtrakutas, kings, when they went here, or they going to build this temple, sir. Okay, go near the door. Just watch. The both idol was there. In this Shivalingam, very special one. Means you can observe the Shivalingam. It's a shining, going on shining. That Shivalingam. That's not a stone. It is a spatika. നമ്മുടെ ഗൈഡ് പറഞ്ഞ പ്രകാരം ഇത് വെറും പെയിൻറ്റിങ്സ് അല്ല, ഇതൊരു കഥയാണ് ഇവിടെ പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കണമെന്നാണ് പുള്ളി പറഞ്ഞത്. ഓരോ സംഭവങ്ങൾ, അതായത് അതിനകത്ത് പഴയ കാലത്ത് നടന്ന കാര്യങ്ങളെല്ലാം പെയിൻറ്റിങ് രൂപത്തിൽ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നത്. പുള്ളി ഫുള്ളും സ്റ്റോറി പറയാണ്, ഈ പെയിൻറ്റിങ്ങിൻ്റെ സ്റ്റോറി പറയാണ്. Left to right side, madam, there is a Vishnu 10 incarnation is there. Left to right, Vishnu 10 incarnations. Yes, Dashavataram is there. Our next painting story about Mahabharata. In Mahabharata, Draupadi, they put on concept to marriage. Like a Swayamvara. Reflection, you have to hunt by a fish, then successful, then marriage. Arjuna going to hunting with fish, then when they successful, that concept, between they going on marriage with Arjuna or Draupadi. Next story, there is a story about the Mahabharata big war. That war name called by Kurukshetra war. There is a war in Nagar city. ഇതൊരു വെഡ്ഡിങ് ഹാളാണെന്നാണ് പുള്ളി പറയുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം ഒരു വെഡ്ഡിങ് ഹാളായിരുന്നു പണ്ടത്തെ. They going to war by in Orissa. When the victory by King Krishna Devaraya, so then they married by Orissa king daughter, Jagan Mohini. Devadasi sister was ടീച്ചറിനെല്ലാം മനസ്സിലായിട്ടോ. തല ഉൽക്കണ്ട്. Gatekeepers is there, like a Dwarapalaka, to both sides. Shiva gatekeepers. Nanda, Sri Nanda, both sides. Vishnu gatekeeper, Jaya Vijaya. Shiva gatekeepers. Whatever there is a carving was there, that is also olden days they made. കഥയെല്ലാം മനസ്സിലായല്ലോ അല്ലേ? That is also old carving. അത് മതി. So whatever Shiva or Parvati going on wedding. ആ പുള്ളിക്കാരത്തി അത് ഊരെടുക്കാനുള്ള ശ്രമത്തിലാണ്. അത് വലിച്ചൂരിടാൻ മന്ത്രം ജപിച്ചിട്ടേ വലിച്ചൂരുള്ളൂ. അവർ കറക്കുന്നുണ്ട് കേട്ടോ, കൈ കറക്കുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ നടന്ന് ആ മലയുടെ ഏറ്റവും ടോപ്പിലെത്തി. അവിടെ നിന്നുള്ളൊരു 360 വ്യൂ ആണ് കേട്ടോ ഇത്. ഭയങ്കര ഭംഗിയാണ്, ഫുള്ള് കല്ലാണ്, എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ എക്സിറ്റ് ഗേറ്റ്. ഈ ഇടയ്ക്ക് ടോ എന്ന് വരുന്നുണ്ട്, അത് നമ്മുടെ ഒരു ലാംഗ്വേജാണ് കേട്ടോ. പുറത്തിറങ്ങിയിട്ടും കാഴ്ചയ്ക്കൊരു കുറവില്ല കേട്ടോ. പിന്നെയും ടോ വന്നു. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. പ്ലീസ് ദയവേത് എല്ലാവരും സഹകരിക്കുക, സഹിക്കുക.
ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു കേരളത്തിൻ്റെ ലുക്കില്ലേ, ഫുള്ള് തെങ്ങാണ് കേട്ടോ നിൽക്കുന്നത്, വേറെ ഒന്നുമല്ല, ഫുള്ള് തെങ്ങാണ്. ലങ്കൂർ വർഗത്തിൽപ്പെട്ട ഒരു കോരങ്ങന്മാരാണ് കേട്ടോ അത്. ലങ്കൂർ എന്ന് പറയും ഹിന്ദിയിൽ, മലയാളം എനിക്കറിയില്ല. ലങ്കൂർ എന്നാണ് ഹിന്ദിയിൽ പറയുക. നോർത്ത് ഇന്ത്യയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് മുഖമൊക്കെ കറുത്തിരിക്കും, കുറച്ചുകൂടെ ലെങ്ത് ഉണ്ട്. മറ്റേ നേരത്തെ നമ്മൾ കണ്ടതിനേക്കാളും കുറച്ചുകൂടെ ലെങ്ത് ഉണ്ട് സംഭവം. കരിക്ക് ബ്രേക്കാണ് കേട്ടോ, കരിക്ക് ബ്രേക്ക്. നമ്മളിങ്ങനെ വരുന്ന വഴിക്കത് കാശ്മീർ ഇപ്പോൾ ചെമ്മരിയാടായിരുന്നു. ഇതും ചെമ്മരിയാടിൻ്റെ വേറൊരു വർഗ്ഗമാണെന്ന് തോന്നുന്നു. ഏകദേശം അതുപോലെയൊക്കെ ഇരിക്കുന്നു. അങ്ങനെ നമ്മൾ നടന്ന് ലക്ഷ്മി നരസിംഹ ക്ഷേത്രം അതിൻ്റെ കവാടത്തിന് മുന്നിലെത്തി. കവാടം പാസ് ചെയ്തു, നേരെ ക്ഷേത്രത്തിലേക്ക്. ഇതാണ് ആ ക്ഷേത്രം. ഓക്കെ. 1528, Arya Krishna Bhatta, that is the artist, they made the statue. Its name called by Lakshmi Narasimha, because in those days Lap had Lakshmi Narasimha in those days. So today all the Lakshmi statue was broken. So now it is named called by Yoga Narasimha. Archaeology department, they going to decoration some part of the temple. So today no use to worship it. So there is a single monolithic 22 feet. In those days there is a top also structure in those days, like a top, like a tower in 3 floors. Today nothing is there. Just now it is Yoga Narasimha. Deccan Sultan, they broken this one. അങ്ങനെ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് ലഞ്ചൊക്കെ കഴിച്ചു. നേരെ ക്യൂൻസ് ബാത്തിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പണ്ടത്തെ റാണി ഇവിടെ വന്നാണ് കുളിക്കാറ്. ഇവിടെ വെള്ളം ഉണ്ടെന്ന് സങ്കല്പിക്കുക കേട്ടോ, അതാണ് സ്റ്റെപ്പ്. അതുവഴിയാണ് ഇറങ്ങുന്നത്. അപ്പോൾ വെള്ളം ഉണ്ടെന്ന് സങ്കല്പിച്ച് പണ്ട് ഇവിടെ റാണി കുളിച്ചുകൊണ്ടിരുന്നു എന്ന് നമുക്കും സങ്കല്പിക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ. Not a proper queen. In Vijayanagara had some guests, some other kingdom to queen. When they enter sites in after Hampi, Vijayanagara, they used to take a bath, like a similar like a swimming pool. So water come by near 1 kilometer here to for 1 kilometer there is a big lake. And then surrounding we have a 4 pillars was there. So 4 pillars, and then between is to take a bath. After a bath, water will go exit from after the bath. ഇതാണ് 4 pillars. Exit from there. പുള്ളി പറയുന്നത്. So there also some special queen is there. Special queen when they enter in place, so they use some special water, like a rose water, sandal water. So that water, a man-made air pump process to water supply by inside. That water coming by elephant trunk. Both side of elephant trunk is there. See both side. So elephant trunk to come by inside. So that's not this much. In those days, top ceiling we have one watchtower, big watchtower is there. That watchtower built like a lotus palace, like a lotus flower design. ഇതിന് ചുറ്റും 24 സീലിങ്സ് ഉണ്ടെന്നാണ് പറയണത്. ഈ 24 സീലിങ്സ് കണ്ടോ, ഓരോ സീലിങ്സും ഓരോ ഡിസൈനാണെന്ന് പറയണത്. മൊത്തം 24 ഡിസൈനുണ്ട് കണ്ടോ. ഓരോ സീലിങ്ങിനും ഓരോ ഡിഫറെൻറ്റ് ഷേപ്സും ഡിസൈൻസും ആണ് കണ്ടോ. അതാണിപ്പം നമ്മുടെ ഗൈഡ് പറഞ്ഞത്. ഇതെല്ലാം കുറച്ച് ഞാൻ ഇതിപ്പോൾ കാണിക്കാം കേട്ടോ. We went to Virupaksha temple, there is a wooden doors. There is a stone doors. These doors moving by only elephant. Elephant used to close, elephant used to open. Or both door close and then backside they put iron pieces. There is a locking systematic also is there. So front or back, they want to rotate the doors, they use also bearing. That bearing also made by stone. That bearing was broken there. ഇവിടെ ആയിരുന്നു ഡോർ ഫിക്സ് ചെയ്ത സ്ഥലങ്ങൾ. ഇപ്പോൾ നമ്മൾ കണ്ട ഡോർ ഫിക്സ് ചെയ്ത സ്ഥലങ്ങൾ ഇതാണ്. Both compound new one. Now it is both compound new. Only bottom old. നമ്മുടെ ഗൈഡെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ ഇനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് കരുതുന്നു. അത്യാവശ്യം നല്ലതായിട്ട് തന്നെ പുള്ളി വിശദീകരിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം. അതിൽ ഫുള്ളായിട്ട് വീഡിയോ എടുത്ത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ചെയ്യുന്നില്ല.
എങ്കിലും മെയിനായിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. First place now it's there. നമ്മളെ സ്റ്റെപ്പ് ഒരു മേളിൽ വന്നിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. Mahanavami Dasara Dipa means Maha means height, 50 feet height. More 10 feet Mantapa was there. In pillar, column pillar was there those days. Now all the break-in things. In those days, whatever going on Dasara happens. And all the type cultural activities going and happens here. Then king is to sit in the top place. They're going to watch all the cultural activities in the top place. Sir. Queen go to perform in Dasara days. So queen whatever going to perform, that all the things carving they made in that side. Sir. So this is not open area, madam. Here to that last end of the we have a fortification wall is there. Up to they covered by with the ceiling also those days. Is to ceiling covered. So this place found by recently British peoples. 1856 first place they dig up in this area. So they find some part of the stage. See we have a water tank was there to store water here there. And there is a look like a bridge now, madam. Actually there was originally those days Roman aqueduct water supply to entire Vijayanagara city main canal. നമ്മളങ്ങനെ ആ പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും ടോപ്പിൽ വന്നേക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. ഏറ്റവും ടോപ്പിൽ നിന്നുള്ളൊരു 360 വ്യൂ ആണ് കേട്ടോ. അന്യായ വ്യൂ ആണ്, ഒരു രക്ഷയില്ല. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കണ്ടോ വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അന്യായ വ്യൂ ആണ്. ഫുള്ള് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റിയത്. ഓഹോ അടിപൊളി. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ മാറി കേട്ടോ. കണ്ടോ ഒരു മനുഷ്യനില്ല, ഫുള്ള് സ്ഥലം കാലിയാക്കി നമുക്കിങ്ങനെ കിട്ടി. സംഭവം എന്താണെന്നറിയോ, നല്ല ഒരു മഴ അങ്ങോട്ട് പെയ്തു. അതെ ഇവിടെ ഒരു റെയിൻബോ കാണാം ചെറുതായിട്ട്. വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, പക്ഷേ സംഭവം അവിടെ ഒരു റെയിൻബോ ഉണ്ട്. അങ്ങനെ ഗായ്സ് നമ്മൾ അടുത്ത ഒരു ലൊക്കേഷനിൽ വന്നേക്കാണ്, മാത്തങ്ക് ഹിൽസ്. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ മത്തങ്ങ ഹിൽസ് എന്ന് വരും. പിന്നെ വേറൊരു ബോർഡും കൂടെ അവിടെ വെച്ചിട്ടുണ്ട്, രത്നകുത ഹിൽസ്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ ഹിൽസിലേക്കെല്ലാം നമ്മളിപ്പോൾ പോകും കേട്ടോ. എവിടം വരെയും ചെല്ലുമെന്ന് കണ്ടറിയണം. എന്തായാലും ഞാനത് കയറാൻ തീരുമാനിച്ചു. നമുക്ക് ചെല്ലേണ്ടത് ആ ടോപ്പിലാണ്, അതിൻ്റെ മേളിലാണ് നമുക്ക് എത്തേണ്ടത്. അപ്പോൾ എവിടം വരെയും പോകുന്നുള്ളൊരു ചലഞ്ചായിട്ട് എടുത്ത് ഞാൻ എന്തായാലും പോകാൻ തീരുമാനിച്ചു. പോവാണ്. നമ്മുടെ കോർഡിനേറ്റർ പോയിട്ട് തിരിച്ചു വരികയാണ് കേട്ടോ. പുള്ളിക്ക് കോർഡിനേറ്റർ മല കണ്ടപ്പോഴത്തേക്കും തിരിച്ചു ഇങ്ങോട്ട് വരുമോ? ചുമ്മാ പുള്ളി എല്ലാവരും നോക്കുന്ന കേട്ടോ. കുറച്ച് പേര് അങ്ങോട്ട് പോയിട്ടുണ്ട്, വെള്ളം വാങ്ങാനൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവരെയും കൂടെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് വരാനുള്ള പരിപാടിയാണ്. നമ്മൾ കയറുന്നതിന് മുന്നേ നമ്മൾ ആ ഇറങ്ങിയോടത്തെ ഒരു വ്യൂ കാണാം. നമ്മുടെ വണ്ടി അതാണ് പാർക്കിങ്. നമുക്ക് പോണ വഴിക്ക് ഇങ്ങനെ ചില ചെറിയ കാഴ്ചകളൊക്കെ ഉണ്ട്. ഇവിടെ ഫുള്ളും കല്ലും പാറയും മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവാം. ഓക്കെ, നമുക്ക് കയറേണ്ട ചെറിയ വഴികളാണ് കേട്ടോ ഇതൊക്കെ നിസാരം. സൈഡിൽ കൂടെ പോയാൽ കയറ്റം കുറയില്ല, നേരെ കയറി പൊക്കോ. എങ്ങോട്ടാ കാട്ടി പോണേ? എവിടെ പോവാ? അതിൻ്റെ ഇടയ്ക്ക് പുല്ല് പറിക്കാൻ പോയേക്കുന്നു. വേണ്ടേ, തിരിച്ചു വരുമ്പോൾ പറിക്കാം. അത് അവിടെ ആടിനെ തീറ്റാനുണ്ടാവും. അത് ശരി, പുല്ല് പറിക്കാൻ എവിടം വരെ വന്നത്? നമുക്ക് കയറാം. നമ്മളങ്ങനെ വരുന്ന വഴിക്ക് ഒരു ജീവിയെ കണ്ടു കേട്ടോ. നമ്മൾ എൻ്റെ ദൈവം, ഇത് എന്ത് വലുപ്പം നോക്കിയതിന്. നമ്മുടെ നാട്ടിലെ തേരട്ടയാണ് സാധനം. 15 സെൻറ്റിമീറ്റർ നീളമുണ്ട്. നമ്മുടെ സ്കെയിലിന് അത്രയും വലിപ്പമുണ്ട് അതിന്. ഇവിടെ വേറെ ഒരെണ്ണം കൂടെ നമ്മൾ കണ്ടു. ഇവിടെ എല്ലാം ഈ വലിപ്പമാണ് കേട്ടോ ഉള്ളത്. രാവിലെ മുതൽ ഇതുവരെ ഇല്ലാത്ത പരിചയപ്പെടലും വർത്താനം പറച്ചിലാണല്ലോ ഇപ്പോഴും. വേഗം കയറി വാ ഇങ്ങോട്ട്. കയറാൻ പറ്റാതെ മടിച്ചിങ്ങനെ നിൽക്കുക എല്ലാവരും. എന്നെ അണയ്ക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ അതാരോടും പറയണ്ട. മതി ഇരുന്ന് കയറി വാ. നിരങ്ങി താഴെ നിന്നാണ് കയറി വന്നത്. പോകേണ്ടത് അങ്ങോട്ടുമാണ്. കയറി തുടങ്ങിയില്ല, അതിന് മുമ്പ് അണയ്ക്കാൻ തുടങ്ങി. ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മുടെ ഗൈഡ് ചേട്ടൻ വെള്ളം കൊണ്ട് വരുന്നുണ്ട്. അയ്യോ, ഇതിനാണ് നമ്മൾ കാത്തിരുന്ന സാധനം. ഓ, അതിൻ്റെ കൂടെ അതേ ഇതിൻ്റെ ഹംപിയുടെ ഒരു ചെറിയ വ്യൂ കൂടെ കാണിച്ചു തരാം. സൂപ്പർ.
ആ പോര്. ഞാനാ അതിനകത്തൊരു ഗുഹയുണ്ട്, ആ ഗുഹയ്ക്കകത്തൂടെ അകത്തോട്ട് കയറി നോക്കി അവിടെ ദേവി ആത്മരാഗമേകാൻ കന്യാവനിയിൽ സുഗന്ധം കളഗാനം പകരാൻ അണയൂ ഗന്ധർവ വീണയാകൂ നീ ദേവി. ഉന്നാലെ എന്നാലും എൻ ജീവൻ വാഴുതേ சொல்லாமல் உன் சுவாசம் என் மூச்சு சேருதே உன் கைகள் கோர்க்கும் ஓர் நொடி என் கண்களோரம் நீர்த்துளி என் மார்பில் சாய்ந்த சாத தோடுதே உன்னாலே എന്നാലും എൻ ജീവൻ വാഴുതേ சொல்லாமல் உன் சுவாசம் என் மூச்சு சேருதே உன் கைகள் கோர்க்கும் ஓர் நொடி என் கண்களோரம் நீர்த்துளி என் மார்பில் சாய்ந்து சாத தோடுதே. ആ സൂപ്പർ, താങ്ക് യു താങ്ക് യു. ഒന്നെങ്കിൽ അത് കുടിച്ചു തീർക്ക്, ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും കുടിക്കുന്നത്. मैं तनु समझावा कि न तेरे बिन लगदा जी तू की जाने प्यार मेरा मैं करूँ इंतजार तेरा तू दिल तो यूं जान मेरी जान मेरी जान मेरी. मेरे दिल में चुन लिया ने तेरे दिल दिया रहा तू जो मेरे नाल तुरेता तुर पे मेरे सहा जीना मेरा है सजता तेरा कर ले सदा तू कर इतबार मेरा मैं करो इंतजार तेरा तू दिल तो यूं जान मेरी जान मेरी. കിട്ടിയോ? എങ്കിലുമെന്നോമലാൾക്കു താമസിക്കാനെൻ കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാനുയർത്താം. എങ്കിലുമെന്നോമലാൾക്കു താമസിക്കാനെൻ കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാനുയർത്താം. തമ്പുരു കുളിർച്ചൂടിയോ തളിരങ്കുലി തൊടുമ്പോൾ തമ്പുരു കുളിർച്ചൂടിയോ തളിരങ്കുലി തൊടുമ്പോൾ താമര തൻ തണ്ടുപോലെ കോമളമാം പാണികൾ
തഴുകുമെൻ കൈകളും തരളിതമാ സഖി തമ്പുരു കൊളുത്തൂകിയോ തളിരങ്കുലി തൊടുമ്പോ. കണ്ണൻ കണ്ണൻ മാഫിയ കണ്ണൻ മാഫിയ പടയുടെ വൻമുടിയേറ്റി കൊട്ടിക്കേറും മലയും പൊഴിയും കടന്ന് കയറി അങ്ങനെ ഇന്ന് പകലത്തെ ഫുള്ള് കറക്കമെല്ലാം കഴിഞ്ഞ് അല്പം മഴയൊക്കെ നനഞ്ഞുകൊണ്ട് അത്യാവശ്യം നല്ല ട്രെക്കിംഗ് ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നല്ല വേർത്തിരുന്നു. ഒരു കുളി അങ്ങോട്ട് പാസ്സാക്കി ഇപ്പോഴാണ് ഒരു ഫ്രഷായത്. എനിവേ ഇന്നത്തെ ദിവസം ഫുൾ അടിപൊളിയായിരുന്നു. ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഇന്നത്തെ നമ്മുടെ ആ മലയുടെ മേളിൽ പോയി അവിടെ ഞങ്ങളുടെ ഫുൾ ടീം ഞങ്ങൾ അവിടെ 1 മണിക്കൂർ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. 1 മണിക്കൂർ കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്തെങ്കിലേ ഉള്ളൂ. അപ്പോൾ ആ 1 മണിക്കൂറാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും നല്ല ഒരു സമയം. അതായത് അവിടെ ഞങ്ങൾ കുറച്ച് നേരം അവിടുത്തെ ആ ക്ഷീണം തീർക്കാനായിട്ട് കുറച്ച് നേരം ഇരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പരിചയപ്പെടുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മുടെ കൂടെ വന്ന ഉണ്ണിച്ചേട്ടനും മോളും നല്ല അടിപൊളി 2-3 പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ കേട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. 8 മണിക്ക് ഡിന്നർ റെഡിയാകും. അപ്പോഴത്തേക്ക് ഡിന്നറെല്ലാം കഴിച്ച് ഫ്ലാറ്റാവും. അത് കഴിഞ്ഞ് നാളെ രാവിലത്തെ പരിപാടിയെല്ലാം നാളെ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളത്തെ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.